ഹാക്കി എന്ന് പറയുന്നത് വൺ പീസ് യൂണിവേഴ്സിലെ എല്ലാവരിലുമുള്ള ഒരു പവറാണ്. പക്ഷെ അത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. നല്ല വിൽ പവറുള്ള ഇൻറ്റൻസായ ട്രെയിനിങ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഹാക്കി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഫിസിക്കൽ സ്ട്രെങ്തുമായിട്ട് പ്രത്യേകിച്ച് കണക്ഷനൊന്നുമില്ല. കാണാൻ വീക്കായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അയാളുടെ ഹാക്കി നല്ല സ്ട്രോങ് ആയിരിക്കാം. ഹാക്കി എന്താണെന്നും അത് എത്രത്തോളം പവർഫുൾ ആണെന്നും മറൈൻ ഫോർഡ് ആർക്കിലോട്ട് എത്തുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് അതിനെക്കുറിച്ച് നല്ലൊരു എക്സ്പ്ലനേഷൻ കിട്ടുന്നത് റെയ്ലി പറയുമ്പോഴാണ്. പക്ഷേ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഹാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാങ്ക്സ് ലൂഫിയെ സീ മോൺസ്റ്ററിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സമയത്ത് ഷാങ്ക്സ് ഹാക്കി ഉപയോഗിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് അതിനെക്കുറിച്ച് ആർക്കും അറിഞ്ഞൂടായിരുന്നു. തുടക്കം മുതൽ സീരീസിലെ ഏറ്റവും വലിയ പവറായിട്ട് നിന്നിരുന്നത് ഡബിൾ ഫ്രൂട്ടാണ്. പക്ഷേ ആ ഡബിൾ ഫ്രൂട്ടിനെ പോലും കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ടാണ് ഹാക്കിയെ കൊണ്ടുവരുന്നത്. ഹാക്കി യൂസ് ചെയ്യുന്നവരിൽ തന്നെ അവരുടെ വിൽ പവറിനനുസരിച്ച് ഹാക്കിയും അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും. 3 ടൈപ്പ് ഹാക്കിയാണുള്ളത്: കെൻബൺ ഷോക്കു അല്ലെങ്കിൽ ഒബ്സർവേഷൻ ഹാക്കി, ബൂസോ ഷോക്കു അല്ലെങ്കിൽ ആർമമെൻറ്റ് ഹാക്കി, ഹൗസ് ഷോക്കു അല്ലെങ്കിൽ കോൺഗ്രസ് ഹാക്കി. ഒബ്സർവേഷൻ ഹാക്കി എന്ന് പറയുന്നത് ഒരു സിക്സ്ത് സെൻസ് പോലെയാണ്. അതുപയോഗിച്ച് ചുറ്റുമുള്ള ആൾക്കാരുടെ സ്ട്രെങ്തും അവരുടെ ഇമോഷൻസും എല്ലാം സെൻസ് ചെയ്യാൻ പറ്റും. ഈവൻ ഫ്യൂജിറ്റോറെ പോലെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് പോലും ഒബ്സർവേഷൻ ഹാക്കി ഉപയോഗിച്ച് ചുറ്റുമുള്ളതെല്ലാം കാണാനും സെൻസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഒരു ഫൈറ്റിൻ്റെ സമയത്ത് ഒബ്സർവേഷൻ ഹാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ എതിരാളിയുടെ അറ്റാക്സും മൂവ്മെൻറ്റ്സും എല്ലാം മുൻകൂട്ടി മനസ്സിലാക്കാനും സാധിക്കും. ഇത് നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഫ്യൂച്ചർ കാണാനും സാധിക്കും. അതിനെയാണ് ഫ്യൂച്ചർ സൈറ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഏത് ടൈപ്പ് ഹാക്കി ആയാലും അത് നമ്മളെക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒപ്പോണൻസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്താണ് അത് കൂടുതൽ ഡെവലപ്പ് ആകുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഹാക്കിയാണ് ആർമമെൻറ്റ് ഹാക്കി. ഇത് കൂടുതൽ പേരും ഡിഫൻസിന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു ശരീരഭാഗത്തെ ഹാക്കി കൊണ്ട് കവർ ചെയ്യുന്നതിലൂടെ ഏതൊരു അറ്റാക്കിനെയും നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ അറ്റാക്സിൻ്റെയും പവർ കൂട്ടാൻ ഈ ഒരു ആർമമെൻറ്റ് ഹാക്കി ഉപയോഗിച്ച് സാധിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന വെപ്പൺസിലോട്ടും ഈ ഒരു ആർമമെൻറ്റ് ഹാക്കി ഇമ്പ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയും ബലം കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ ആർമമെൻറ്റ് ഹാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോഗിയ ടൈപ്പ് പവർ ഹോൾഡേഴ്സിനെ ഹിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ശരീരത്തിൽ നിന്നും കുറച്ച് എനർജി റിലീസ് ചെയ്യുന്നതിലൂടെ എന്തിനാണ് അറ്റാക്ക് ചെയ്യുന്നത് അതിനെ തൊടാതെ തന്നെ നശിപ്പിക്കാനും സാധിക്കും. ഇതൊരു എനർജി ആയതുകൊണ്ട് തന്നെ ഓരോന്നിനെയും അതിൻ്റെ ഉള്ളിൽ നിന്നുമായിരിക്കും ഇത് നശിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒപ്പോണൻസിനെതിരെയും ഇത് വളരെ എഫക്റ്റീവാണ്. ടൈം സ്കിപ്പിന് മുമ്പ് വരെയും ആർമമെൻറ്റ് ഹാക്കി ഉപയോഗിക്കുമ്പോൾ അത് കാണാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ടൈം സ്കിപ്പിന് ശേഷം ആർമമെൻറ്റ് ഹാക്കി ഉപയോഗിക്കുമ്പോൾ അതൊരു തിളങ്ങുന്ന കറുത്ത കളറായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഹാക്കി ഏതെങ്കിലും ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലൂടെ ആർമമെൻറ്റ് ഹാക്കിയുടെ പവർ അതിനനുസരിച്ച് കൂട്ടാനും പറ്റും. ഏറ്റവും റെയർ ആയിട്ടുള്ള ഹാക്കിയാണ് കോൺഗ്രസ് ഹാക്കി. ഇത് ട്രെയിനിങ്ങിലൂടെയൊന്നും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നല്ല, ജന്മന കിട്ടുന്ന ഒന്നാണ്. ഒരു ലീഡർ ആവാൻ കെൽപ്പുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും കോൺഗ്രസ് ഹാക്കി കിട്ടുന്നത്. ഇതുപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വിൽ പവറിനെ തന്നെ തകർക്കാൻ പറ്റും. വിൽ പവർ വീക്കായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അപ്പോൾ തന്നെ ബോധം കെട്ട് വീഴുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ പോലും കോൺഗ്രസ് ഹാക്കിയുള്ള ഒരാൾക്ക് ഒരു വിരൽ പോലും അനക്കാതെ തന്നെ ഇവരെല്ലാവരും കീഴ്പ്പെടുത്താൻ പറ്റും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോൺഗ്രസ് ഹാക്കിയുള്ളവർക്ക് അതൊരു ഫിസിക്കൽ അറ്റാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിളായിട്ട് ആദ്യം കാണിച്ചത് ഷാങ്ക്സിനെയാണ്. ഷാങ്ക്സ് വൈറ്റ് ബിയർഡിനെ കാണാൻ പോയ സമയത്ത് കോൺഗ്രസ് ഹാക്കി ഉപയോഗിച്ചപ്പോൾ ആ ഒരു കപ്പലിൽ വിള്ളൽ വീഴുന്നതായിട്ടാണ് കാണിച്ചത്. ലൂഫിയും കറ്റാഗോറിയും തമ്മിൽ ഫൈറ്റ് ചെയ്ത സമയത്തും ഇത് സംഭവിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആർമമെൻറ്റ് ഹാക്കിയോടൊപ്പം കോൺഗ്രസ് ഹാക്കി ഉപയോഗിക്കുമ്പോഴും നല്ല രീതിയിൽ പവർ കൂടുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നല്ല ഹാക്കി. ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോവുകയും പിന്നെ കുറേ നേരത്തേക്ക് ഹാക്കി ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ റേഞ്ചിനൊരു ലിമിറ്റില്ല. അതിൻ്റെ യൂസറിൻ്റെ വിൽ പവർ എത്രത്തോളം സ്ട്രോങ് ആണോ അതിനനുസരിച്ച് ഹാക്കിയും സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഹാക്കി ഷാങ്ക്സിൻ്റെതാണ്. ഷാങ്ക്സിന് മൈലുകൾക്കപ്പുറം നിന്നുകൊണ്ട് തന്നെ ഒരാളെ ഒബ്സർവേഷൻ ഹാക്കി ഉപയോഗിച്ച് സെൻസ് ചെയ്യാനും കോൺഗ്രസ് ഹാക്കി ഉപയോഗിച്ച് അയാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാനും ഒക്കെ പറ്റും. ഹാക്കിയെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് എല്ലാം ഇപ്പോഴും കുറച്ച് ഓപ്പൺ എൻഡഡ് ആയിട്ട് തന്നെ കിടക്കുകയാണ്. ലാസ്റ്റായിട്ട് ഇറങ്ങിയ ഓരോ ആർക്കിനകത്തും ഹാക്കിയെക്കുറിച്ചുള്ള പുതിയ പുതിയ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന ആർക്കുകൾക്കകത്തും ഹാക്കിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്നിരിക്കും.